നമസ്കാരം. പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിൽ രാജ്യവ്യാപകമായുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അസമിലും പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഉൾപ്പെടെയാണ് ഈ പ്രതിഷേധങ്ങൾ ഏറ്റവും അധികമുള്ളത്. യു.പിയിലാവട്ടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന്. നിലവിൽ അസം തന്നെയാണ് ഏറ്റവും അധികം ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. തെരുവിലേക്ക് ഈ ഒരു പ്രതിഷേധം വലിച്ചിഴച്ചിരിക്കുന്നത്. അസമിൽ പ്രതിഷേധക്കാർ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല CAA പകർപ്പുകൾ അവർ തെരുവിൽ വെച്ച് തന്നെ കത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അസമിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണെങ്കിൽ കേന്ദ്ര സൈന്യത്തെ രംഗത്തിറക്കുമെന്ന് അടക്കമുള്ള റിപ്പോർട്ടുകൾ നമ്മൾ രാവിലെ തന്നെ പങ്കുവച്ചിരുന്നു. അതിന് ഏറ്റവും ഒടുവിലായി അസമിൽ നിന്നും വരുന്ന വാർത്ത എന്തെന്നാൽ അവിടെ ഗോഹട്ടി പോലീസ് ഒരു നിയമപരമായ നോട്ടീസ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രതിഷേധത്തിനും ഹർത്താലിനുമൊക്കെ ഇടയിൽ പൊതു സ്വകാര്യ സ്വത്തുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വരുത്തിയാൽ, നാശം വരുത്തിയാൽ ആരാണോ അതിന് കാരണക്കാർ, വ്യക്തിയോ രാഷ്ട്രീയ പാർട്ടികളോ ആയിക്കോട്ടെ, അവരിൽ നിന്നും അതിന്റെ തുക ഈടാക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഗോഹട്ടി പോലീസ് നൽകിയിരിക്കുന്നത്. പൊതു സ്വകാര്യ സ്വത്ത്, ഇന്ത്യൻ ശിക്ഷാ നിയമം, 1984 പൊതു സ്വത്ത് നാശം തടയൽ നിയമം എന്നിവയുൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾക്ക് കീഴിലുള്ള നിയമ നടപടിയെക്കുറിച്ചുകൂടി പോലീസ് വിശദമായി തന്നെ നോട്ടീസിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനടക്കം തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് പോലീസ് നൽകുന്നത്. എന്തായാലും ഈ ഒരു നോട്ടീസിനെ മുന്നറിയിപ്പായി തന്നെ വേണം കരുതാൻ. കാരണം നമുക്കറിയാം, പ്രതിഷേധങ്ങൾ അത് ഏത് സംസ്ഥാനത്തോ ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ, അത് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ പൊതു സ്വത്ത് അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തുകളൊക്കെ നശിപ്പിക്കുക എന്നുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയും കുറെ അധികം നാളുകളായിട്ടുള്ള ഒരു കലാപരിപാടിയാണ്. അത്തരത്തിലുള്ള ഒരു കലാപരിപാടിയും അസമിൽ വേണ്ട എന്ന് തന്നെയാണ് അവിടുത്തെ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അഥവാ സംഭവിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഈ എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കിയത് ആ മുഴുവൻ തുകയും പിടിച്ചെടുക്കുമെന്നുകൂടി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും അസമിൽ ഉച്ചയ്ക്ക് ശേഷം പ്രതിഷേധങ്ങൾക്കൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അസം ഈ ഒരു പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ കൊണ്ടുപോവുക എന്നുള്ള വലിയ ഒരു ആകാംക്ഷ രാജ്യത്തെമ്പാടും നിലനിൽക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.